ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട്ടിലെ പ്രകൃതി ദുരന്ത മേഖലകളായ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, സൂചിപ്പാറ ഡാം തുടങ്ങിയവയൊക്കെ ഗൂഗിൾ എർത്തിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ കാണാമെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ എർത്ത് നമുക്ക് ലഭിക്കും. ഇവിടെ പ്ലേ സ്റ്റോർ എടുത്ത ശേഷം ഗൂഗിൾ എർത്ത് എന്ന് ടൈപ്പ് ചെയ്താൽ ഒരു ഗ്ലോബിൻ്റെ പടത്തോടു കൂടിയ ഗൂഗിൾ എർത്ത് നമുക്കവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്യുകയാണ്. ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും കൂടുതൽ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന ചൂരൽമല ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ ചൂരൽമല സിറ്റിയും GVHSS വെള്ളാർമലയും അതേപോലെ തന്നെ പള്ളിയും അമ്പലവും ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. കൂടാതെ ചൂരൽമല മേപ്പാടി റോഡും ചാലിയാർ പുഴയും വെള്ളർമല സ്കൂളിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന പുന്നപ്പുഴയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വലതുവശത്ത് കാണുന്ന ടാബുകളിൽ 360 ഡിഗ്രിയിൽ വ്യൂ ചെയ്യുവാനും അതേപോലെ 2D വ്യൂവും അതുപോലെ തന്നെ സ്ട്രീറ്റ് വ്യൂവും ഒക്കെ നമുക്ക് വലതുവശത്ത് കാണുന്ന ടാബുകളിൽ പ്രസ് ചെയ്ത് കാണുവാൻ സാധിക്കും. മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ സ്ഥലപ്പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താണ് സെർച്ച് ചെയ്യേണ്ടുന്നത്. ഇവിടെ മുണ്ടക്കൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവസ്ഥാനം എന്ന് കരുതുന്ന മുണ്ടക്കൈയും പുഞ്ചിരിമറ്റവുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവയൊക്കെ ദുരന്തത്തിന് മുന്നേ ഉള്ള ഉപഗ്രഹ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമാകുക. സൂചിപ്പാറ ഡാമിൻ്റെ 360 വ്യൂ എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 30 കിലോമീറ്ററിലധികം ദൂരെയുള്ള പോത്തുകല്ല് എന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ആദ്യത്തെ മൃതദേഹം കണ്ടെത്തിയത്. അതിൽ നിന്നും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ദൃശ്യങ്ങളൊക്കെ ദുരന്തത്തിന് മുൻപുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വളരെ ദയനീയമായ ചിത്രങ്ങളാണ് നമുക്ക് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗൂഗിൾ എർത്ത് നമുക്ക് വെബ്സൈറ്റ് വഴിയും എടുക്കാൻ സാധിക്കും. ഗൂഗിൾ ക്രോമിൽ ഗൂഗിൾ എടുത്ത് ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതിയാകും. അതിനുശേഷം നമ്മളിവിടെ ഇടത് സൈഡിലുള്ള സെർച്ച് ബാറിൽ മുണ്ടക്കൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ മുണ്ടക്കൈയിൽ നിന്നും പോത്തുകല്ല് വരെയുള്ള ദൂരം എത്രയാണെന്ന് ഇവിടെയും കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.